ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കഞ്ഞിമരുന്ന് കൊണ്ട് ലഡു ഉണ്ടാക്കാം. അത് കഞ്ഞിമരുന്ന് ഇപ്പോൾ എല്ലാവർക്കും കഞ്ഞിയായിട്ട് കഴിക്കാൻ താല്പര്യം കാണില്ല. അപ്പോൾ ഞാനിവിടെ ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായി 18 തരം മരുന്നുകളുണ്ട്. അതായത് എള്ളുണ്ട്, ആശാളി, ചുക്ക്, ചതകുപ്പ, അയമോദകം, ജീരകം, തിപ്പല്ലി, ഏലക്കായ, കുരുമുളക്, ഉലുവ, കൊത്തമല്ലി, ഇലവർഗ്ഗം, ജാതിക്ക, കടുക്, മഞ്ഞൾ, ജീരകം, പെരുംജീരകം, കരയാമ്പൂ, ഇങ്ങനെയുള്ള ഒരു 18 തരം മരുന്നുകൾ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എള്ള് വേറെ വയ്ക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ മഞ്ഞളും വേറെ, അതായത് ഞാൻ വീട്ടിൽ കൃഷി ചെയ്തിട്ട് ഉള്ള മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ വറുത്ത മല്ലി, ഞാൻ തന്നെ മല്ലി വാങ്ങിയിട്ട് വറുത്തിട്ടുള്ള മല്ലി, അത് 2 പൊടി വേറെ വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ചേർത്തിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ചുക്ക് ചതച്ചിട്ട് ഇത് കൂടെ ചേർക്കണം. ജാതിക്ക അതിൻ്റെ കുരു എടുത്തിട്ട് ചതച്ചിട്ട് അതും ചേർക്കുക. എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ലപോലെ പൊടിക്കാൻ നമ്മുടെ മിക്സിയിൽ പൊടിക്കാൻ പാകത്തിന് ഒരു ചൂടാക്കി എടുക്കുക. എന്നിട്ടത് ഒക്കെ പൊടിച്ച് നൈസുള്ള പൊടിയാക്കി അരിച്ച് മാറ്റി വയ്ക്കുക. ഒരു മുറി തേങ്ങ ചിരകിയിട്ട് അത് അതിൽ വെള്ളം വറ്റാൻ വേണ്ടി മാത്രം ഒന്ന് വറുത്തെടുക്കുക. ചോക്ക് കളറൊന്നും വരണ്ട, വെള്ളം വലിക്കുക. എന്നിട്ടത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു അച്ച് ശർക്കര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നാട്ടിൻപുറത്തൊക്കെ അച്ച് ശർക്കര എന്ന് പറയും. അതിൻ്റെ ഒരു പീസായിട്ട് കിട്ടും. ചിലയിടത്ത് ഉണ്ട ശർക്കരയായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഓരോ ഉണ്ടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 4 ഭാഗമായിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ അധികം മധുരം കൂടുതലിടുന്നവർക്ക് ഇടാം. അതായത് കുറച്ച് തടി കുറവുള്ള കുട്ടികളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളും വലിയവരൊക്കെ വണ്ണമില്ലാത്തവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ കുറച്ച് കൂടുതലെടുക്കാം, നാളികേരം കൂടുതലെടുക്കാം. അപ്പോൾ അതല്ല, തടിയുള്ളവരെ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കുറയ്ക്കണം. ശർക്കരയും അതുപോലെ നാളികേരത്തിൻ്റെത്, ഉലുവ ഒക്കെ കുറച്ച് ഇടാൻ പാടുള്ളൂ. എന്നിട്ട് ആ ശർക്കര ഉരുക്കിയിട്ട് അതിൽ ഈ നാളികേരം ശർക്കരയും കൂടിയിട്ട് ഉരുക്കി അതിൽ വെള്ളം വലിച്ചിട്ട് ഈ പൊടിച്ച പൊടി ഈ ഇതിലിട്ടിട്ട് ഇളക്കിയെടുക്കുക. ഈ ചേരുവ കൂടെ ശർക്കര നാളികേരം കൂടി ഉരുക്കിയിട്ടുള്ള കൂടെ ഈ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി വയ്ക്കുക. നല്ല ചൂടോട് കൂടിയിട്ടൊക്കെ കൂട്ടി തിരുമ്പി വയ്ക്കുക. പിന്നെ എള്ളും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് എള്ളിൽ എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ അടിച്ച് വരുമ്പോൾ അത് നല്ല ഉണ്ടയായിട്ട് കിട്ടും. കുറച്ച് ചൂടുണ്ടാവും. മിക്സിയിലാകുമ്പോൾ കുറച്ച് ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുക്കണം. പണ്ടൊക്കെ നമ്മൾ ഉരലിലിട്ട് ഇടിച്ചിട്ട് എള്ള് ഇതും കൂടിയിട്ട് ഒന്നായിട്ട് ഒരു ഉണ്ടയായിട്ട് തന്നെ വരും. ഇതിപ്പോൾ മിക്സിയിൽ നല്ല കുറച്ചൊരു ചൂട്ടോട് കൂടിയിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ നല്ല കുഴഞ്ഞ് അങ്ങനെ ഉരുട്ടാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വയ്ക്കുക. എന്നിട്ടത് അങ്ങനെ എല്ലാം ഉരുട്ടി ഒരു വായു കടക്കാത്ത പാത്രത്തിൽ ആക്കി വയ്ക്കുക. എന്നിട്ട് ദിവസം ഓരോ ലഡു എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ആവശ്യപ്രകാരം ഓരോന്ന് കഴിക്കുക. അപ്പോൾ അത് നല്ല എരിച്ചിലുണ്ടാവും. ഇത് മാത്രം വെറും വയറ്റിലൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം നല്ല എരിച്ചിലുണ്ടാവും. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതിയാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എയർ ടൈറ്റായ പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. വീണ്ടും